ക്വാളിറ്റി ആയിട്ടല്ലാത്ത ഉപ്പുകളോ അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലാത്ത ഷുഗറോ ക്വാളിറ്റി ഇല്ലാത്ത ഓയിലൊരു പരിധി വരെ ഭയങ്കര ത്രെട്ടനിങ് ആണ്. കാരണം നമുക്ക് ഇത് ഈ ഫുഡിൽ പറയില്ല, നമ്മൾ വെജിറ്റേറിയൻ നമ്മൾ കടകളിൽ ഓർഡർ ചെയ്താലും വെജിറ്റേറിയനിൽ ആ കോളിഫ്ലവറിലോ അല്ലെങ്കിൽ മറ്റേ വെജിറ്റേറിയനിൽ അതിൽ ചെയ്യുന്ന സാധനത്തിൽ ഓയിൽ ഏതാണെന്ന് പോലും നമുക്കറിയില്ല. ഇപ്പോൾ ഈ നമ്മൾ ചെറുപ്പക്കാരിലുണ്ടാകുന്ന ഈ പറയുന്ന ലഹരി മറ്റേ സാധനങ്ങളിലേക്കൊക്കെ കടക്കുന്നത് ഈ ഒരു പ്രശ്നമാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കാരണം സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുമ്പോൾ ഇതിൻ്റെ എന്താ പറയുക ചുവട് പിടിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മറയാക്കി നമ്മൾ ഇത്തരത്തിലുള്ള മദ്യവും മയക്കും അതിലേക്കാണ് ഇത് കൺവേർട്ട് ആവണേ. നമ്മുടെ ഈ സൊമാറ്റോയും സ്വിഗ്ഗിയൊക്കെ വന്നോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്ന വീടുകൾ കിച്ചണൊക്കെ ഒരു പരിധി വരെ പൂജാമുറികളായി ഇപ്പോൾ എല്ലാ വീടുകളിലും. കാരണം എനിക്ക് തോന്നുന്നു 3 നേരം ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാൻ പറ്റും. മെഡിസിൻ എടുക്കുക എന്ന് പറയുമ്പോഴാണ് ഈ വിഭാഗത്തിൽ നിന്ന് കുറേ പേര് എക്സിറ്റ് അടിക്കുന്നത്. നമ്മൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ടീ ഷോപ്പിലൊക്കെ വളരെ കുറച്ച് ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും വിത്തൗട്ട് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്, അല്ലെങ്കിൽ ലെസ് ഷുഗർ എന്നൊക്കെ പറയുന്ന ഒരു സാധനം കേരളത്തിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അറിയാമല്ലോ, ഈ ആൽക്കഹോൾ ചെല്ലുമ്പോൾ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മരുന്ന് കച്ചവടം നടക്കുന്നത്. മെഡിസിൻ ഓടിച്ചെല്ല, നമ്മൾ പറയില്ല, ഓടിച്ചെന്ന് ഓരോ പ്രശ്നങ്ങൾ പെട്ടെന്ന് നമ്മൾ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളായിട്ട് ചെല്ലുന്നു. അതിന് ഒരുപാട് മരുന്നുകൾ എഴുതുന്നു. മരുന്ന് കഴിക്കാനൊന്നും നമുക്ക് ചില വേറെ മരുന്നുകൾ കഴിക്കാൻ കുഴപ്പമില്ല, പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ അതിനെ ഇത്തരം പ്രോഡക്റ്റുകളിലേക്ക് അടുക്കാനോ അത് വാങ്ങാനോ അത് പരിചയപ്പെടാനോ നിൽക്കുന്നില്ല. മലയാളി എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ് മലയാളി. പക്ഷേ ഈ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇപ്പോൾ അത്തരത്തിലുള്ള സംസാരം തന്നെ ചെറുതാക്കി പോകുന്നേ. ഇപ്പം നമ്മൾ നമസ്കാരം, വെൽക്കം ടു ബിസിനസ് ഇൻസൈഡ്. ഇന്ന് നമുക്കിപ്പം ജോയിൻ ചെയ്യുന്നത് ആരോഗ്യ മേഖലയിലെ ഒരു വ്യത്യസ്ത ഇന്നോവേഷനായ ഫ്യൂലെക്സിന്റെ ഫൗണ്ടർ ജിജോയാണ്. എന്താണ് ആക്ച്വലി ഫ്യൂലെക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്? നല്ല കറക്റ്റായിട്ടുള്ള ചോദ്യം. എന്താണ് ഫ്യൂലെക്സ്? ഇതൊരു മാൻ വെൽനെസ് ആയിട്ടുള്ള ഹെർബൽ ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് ആണ്. അതായത് പുരുഷന്മാരിൽ, അതായത് നമ്മളൊരു മാരീഡ് ഒരു 35 കഴിഞ്ഞവർ അല്ലെങ്കിൽ ഒരു 40 ഒക്കെ ഉള്ളവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിത്യജീവിതത്തിലുണ്ട്. ഒന്ന് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടും സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടും ലൈഫ് സ്റ്റൈല്, അതുപോലെ ഫുഡ് ഹാബിറ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം, അവരുടെ മുടിക്കുള്ളതും അതുപോലെ ക്രീമുകളും സ്കിന്നിന് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ഇത് സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു ഇത് അഡ്രസ്സ് ചെയ്യാത്ത ഒരു സംഭവമാണ് മാൻ വെൽനെസ്. അതായത് ഒരുപാട് പുരുഷന്മാരിൽ ഭയങ്കരമായിട്ട് പലതരത്തിലും ഈ ക്വാളിറ്റി ലോസ് ഉണ്ട്. കാരണം അത് എനിക്ക് തോന്നുന്നു അത് പ്രോപ്പറായിട്ട് ഇതിനെ കൺസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനോ പോകുന്നില്ല. ഇവിടെയാണ് നമ്മുടെ ഫ്യൂലെക്സ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ ഒരു ഹെർബലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഈ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂട്ടാന്നുള്ളതും അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ഫ്ലോ കൂട്ടുക, നമ്മുടെ ഫുള്ള് നെർവ് സിസ്റ്റത്തിനെ റീപ്രൊഡക്റ്റീവ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ഫ്യൂലെക്സ് ചെയ്യുന്നത്. IT മേഖല അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് ഓഫ് ഏജ് ഗ്രൂപ്പിനെയാണ്? കറക്റ്റ് ചോദ്യം. ഈ IT മേഖലകളിൽ ഇത്, അതായത് നമ്മൾ ഇപ്പോഴത്തെ ഒരു തരത്തിലുള്ള ഇപ്പം നമ്മൾ പറയും ഒരുപാട്, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു 3-4 കൊല്ലത്തിൽ കേരളത്തിൽ ജിമ്മുകൾ പലപ്പോഴും കാണാം. എനിക്ക് തോന്നുന്നു നമ്മൾ പറയില്ലേ 1-ാം തീയതി പോവാം അല്ലെങ്കിൽ തിങ്കളാഴ്ച പോവാം എന്നൊക്കെ പറയുന്നൊരു കഥയാണ് ഈ ജിമ്മുകളിൽ. പക്ഷെ അതും അവിടേക്കും ഈ പറയുന്ന ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെന്നേ. ഈ പുരുഷന്മാരിലത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ റവന്യൂവിനെ കൺസിസ്റ്റൻ്റായിട്ട് അതിനെ ഫോളോ ചെയ്യുക, എക്സ്പെൻസ് ആണല്ലോ, കണ്ടമാനം കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും എനിക്ക് തോന്നണേ പ്രോപ്പറായിട്ട് ലൈഫ് സ്റ്റൈലിനെ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ത്രെട്ട്. ഇപ്പോൾ ഈ IT പീപ്പിൾ ഒരുപാട് ടെൻഷനല്ല അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഇത് കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെയാണ്. നെർവ് സിസ്റ്റത്തിൽ ബ്ലഡ് സർക്കുലേഷനാണ് ഇതിൽ ഒരുപാട് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഉറക്കക്കുറവ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മൾ പറയില്ലേ എവിടെയും പോയി കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാവുന്ന ഈ തട്ടുകടകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് ഓരോ കേരളത്തിലും എല്ലാ പഞ്ചായത്തിലും ഓരോ വില്ലേജിലും സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണ്. പക്ഷേ അവിടെയൊക്കെ ഉണ്ടാവുന്നത് ഒരു തരത്തിലുള്ള ഈ ഭക്ഷ്യ എണ്ണ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ വെളിച്ചെണ്ണയാണ്. ഇന്നത്തെ വെളിച്ചെണ്ണയുടെ വിലയും മറ്റുള്ള ഓയിലുകളുടെ വിലയൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ അവരുടെ പ്രൈസിലും കാര്യങ്ങളും അതൊക്കെ കോംപ്രമൈസ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് പുറമെ പോകുന്നവർ ഇത് പ്രത്യേകിച്ച് ഒരു അസമയങ്ങളിൽ ഇതൊക്കെ വലിച്ചു വാരി കഴിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇതിൽ കണക്റ്റഡാണ്.
ഇനീഷ്യലി നമുക്കിത് വേറെ തരത്തിൽ സ്റ്റൊമക്കിനെ ആയിരിക്കും ബാധിക്കുക ഇത്തരം ഫുഡുകളും. പക്ഷേ ഇത് മൊത്തം നമ്മളെ ബാധിക്കും. അത് ഫാമിലി ലൈഫിനെ പലതരത്തിലും ഇത് പ്രശ്നങ്ങളുണ്ടാക്കും. പ്രശ്നങ്ങളെന്ന് അവർ ഫീൽ ചെയ്യും. കാരണം ഇതിൽ ഒരു നമ്മൾ പറയില്ല ഒരു ബെറ്റർ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഒരു അത്തരം കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യും. അവിടെ നമ്മൾ തികച്ചും പുരുഷന്മാർ സൈലൻസാണ്. അതായത് ഒരു ഉത്തരവില്ല, വളരെ വിഷമത്തോടു കൂടി ഈ കാര്യങ്ങളെ ആരോടും പറയാനുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അവിടെയാണ് നമ്മൾ ഫ്യൂലെക്സ് വർക്ക് ചെയ്യുന്നത്. ഫ്യൂലെക്സ് ഇപ്പോൾ നാഷണൽ ലെവലിൽ അജ്ഫനായിട്ടുള്ള ഔട്ട്ലെറ്റുകൾ, അജ്ഫൻ്റെ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ ഫ്യൂലെക്സ് അവൈലബിൾ ആണ്. നമ്മൾ ഇതിൻ്റെ ഒരു ബെറ്റർ സൊല്യൂഷൻ തന്നെയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നത്. ചേട്ടൻ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പ്രോഡക്റ്റ് സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വന്നത്? അതെ, അത് ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നമ്മൾ പറയില്ല ഓപ്പർച്യൂണിറ്റികൾ എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ബിസിനസ്സായിട്ടൊരു സാധനമല്ല, ഒരു സൊല്യൂഷൻ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു പ്രോഡക്റ്റിൽ. കാരണം നമ്മൾ ബെറ്റർ എന്ന് പറയുന്ന നമ്മളിപ്പോഴും ഏത് പ്രോഡക്റ്റ് ഇതെന്നല്ല, എന്തൊരു സാധനമായാലും മൊബൈലായാലും എന്ത് ഫീച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു സൊല്യൂഷനാണ് നമുക്ക് ആവശ്യം. അങ്ങനെ വന്നപ്പോഴാണ് പ്രത്യേകിച്ച് മാൻ വെൽനെസ്സിൽ ഒരു സൊല്യൂഷൻ നമുക്ക് വേണമെന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഞാൻ തന്നെ ഇത് മാർക്കറ്റ് ചെയ്യാനൊക്കെ സെയിൽസ് കുറേ പേർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ വേറൊരു ഡിസ്ക്രീറ്റ് സ്വഭാവം ഉണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ ഇത് മാർക്കറ്റ് ചെയ്യുമ്പോൾ പല നമ്മൾ സംസാരിക്കുമ്പോഴും പല കാര്യങ്ങളൊക്കെ ഇതിനൊരു രഹസ്യ എന്ന് പറയില്ലേ, ചെറുതാക്കി പറയുക. ഈ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മളത് ഇങ്ങനെ സൗണ്ട് കുറച്ച് പറയുക. സൗണ്ട് കുറച്ച് പറയുക. മറ്റേ ഈ നാപ്കിൻ നല്ല രീതിയിൽ രഹസ്യത്തെ പരസ്യമാക്കിയപ്പോഴാണ് ഇന്നൊക്കെ നമുക്കത് പ്രത്യേകിച്ച് എല്ലാവർക്കും അതൊരു ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാനായിട്ടുള്ള ഒരു നോർമലൈസ് ചെയ്തു. അത് കാരണം രഹസ്യമാണ്, പക്ഷെ അത് ഭംഗിയായിട്ട് പരസ്യമാക്കി. ഇത് ലൈഫിൻ്റെ ഒരു ഭാഗമാണെന്നും ഇത് ഉപയോഗിക്കണം എന്ന് പറയും. അവിടെയാണ് എൻ്റെ ഒരു സൊല്യൂഷനും എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നിൽക്കുന്നത്. കാരണം ഈ ഒരു കാര്യത്തിൽ വ്യക്തമായി അഡ്രസ്സ് ചെയ്യപ്പെടണം. കാരണം മാൻ വെൽനെസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത്രമാത്രം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഈ പ്രത്യേകിച്ച് പുരുഷന്മാർ കടന്നു പോകുന്നത്. കാരണം ഈ സ്ത്രീകൾക്കുണ്ടാവുന്ന ഇപ്പോൾ ഈ 40 വയസ്സ് കഴിഞ്ഞുണ്ടാവുന്ന ഈ ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ പുരുഷനുമുണ്ട്. പക്ഷേ ഇതൊന്നും ഇവിടെയൊക്കെ ഒരു ഹീറോ പരിവേഷമാണ്. പക്ഷേ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യും. കാരണം നമുക്ക് ഈ തളർച്ച എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാത്തിലും ഉണ്ടെന്നേ. അത് മാനസികം എന്ന് പറയുന്നത് വേറെ കുറേ കാര്യങ്ങളാണ്. എന്നാൽ നമ്മളെ ശാരീരികമായിട്ടുള്ള തളർച്ച പ്രൊഡക്ടിവിറ്റിയെ ഒരുപാട് കോംപ്രമൈസ് ചെയ്യും. നമ്മുടെ പ്രത്യേകിച്ച് മാൻ ഓൾവേസ് നമ്മൾ പറയില്ലേ ഒരു പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അവിടെയാണ് നമ്മൾ പറയില്ലേ തളർന്നു പോകണം. ഒരുപാട് ഇപ്പോൾ പണമുള്ളവർ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരുപാട് ലക്ഷറി കാര്യങ്ങളുള്ളവർക്കൊക്കെ ഇത് അഡ്രസ്സ് ചെയ്യാതെ പോയാൽ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു വൻ പരാജയമാണ്. കാരണം ഇതിന് ഉത്തരമില്ല, അത് അഡ്രസ്സ് നമ്മൾ പറയില്ല അവിടേക്ക് അവർ കോംപ്രമൈസ് ചെയ്യപ്പെടുക. അപ്പോൾ അത്തരം കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ട എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും ഇത് കേൾക്കുന്നവരോട് പറയാനുള്ളത്. കാരണം വി ഹാവ് എ സൊല്യൂഷൻ. കാരണം ഒന്ന് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാം. ഒപ്പം തന്നെ ഇതിന് വിട്ട് വേറെ ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നല്ല ഡോക്ടേഴ്സിനെ കാണണം. കാരണം എനിക്ക് പറയാനുള്ളത് ഞാനും ഇതിൻ്റെ ഒരു മാൻ അംബാസിഡർ. കാരണം ഇത് അഡ്രസ്സ് ചെയ്യുന്നേ. കാരണം അല്ലെങ്കിൽ ഇത് ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ ഫാമിലി സൊസൈറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഭൂരിഭാഗം പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ നടക്കുന്ന കുറേ കാര്യങ്ങൾ കാരണം പഴയ കാലത്തൊക്കെ നമ്മുടെ അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ അങ്ങനെ അതിൽ സെറ്റിൽഡാണ് മൈൻഡ്. ഇന്ന് അങ്ങനെയല്ല. എല്ലാം നമ്മൾ ലോകം കാണുകയാണ്. ഇന്ന് ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് പല ആൾക്കാരെ കാണുന്നു, പല സംഭവങ്ങൾ ഫുഡ് പോലെ തന്നെ. അപ്പോൾ അവിടെയും നമുക്ക് അതിന് നമ്മൾ ഫിറ്റായിരിക്കണം. പുരുഷൻ ഫിറ്റായിരിക്കണം അതിന്. അവിടെയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ തിങ്കിങ്ങും അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ആയിട്ടുള്ള നമ്മുടെ ഡെലിവറിയും ഒക്കെ വരാൻ പോണേ. ഇതാണ് നമുക്ക് ഇതിൽ വളരെ ഗൗരവമായിട്ട് ഞാനിതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനൊരു സൊല്യൂഷൻ വേണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മെൻ അഡ്രസ് ചെയ്യാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നത് മെൻ എപ്പോഴും ഹീറോ പരിവേഷമാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് കേരളത്തിലുള്ളവർക്ക് തീർച്ചയായും മലയാളി എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ് മലയാളി.
പക്ഷെ ഈ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഇപ്പോൾ അത്തരത്തിലുള്ള സംസാരം തന്നെ ചെറുതാക്കി പോകുന്നേ. ഇപ്പം നമ്മൾ ഈ കാര്യം പറയുമ്പോൾ തന്നെ പിന്നെ കുറേ കഥകൾ പറയും നമ്മൾ, അതായത് വാങ്ങാതിരിക്കാനുള്ള കഥകൾ, കിഡ്നി പോവോ, ലിവർ, അതിനേക്കാൾ അക്രമമുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന്. അവിടെയൊന്നും നമുക്ക് ചോദ്യങ്ങളില്ല. കിട്ടിയത് കഴിക്കുന്നു, എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുക്കുന്നു, അത് നമ്മൾ ഇന്ന ഹോട്ടലിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. കാരണം പിന്നെ എനിക്ക് തോന്നുന്നു റിട്ടയർമെൻ്റ് ആയി എന്നൊക്കെ പറയില്ലേ, നമ്മളൊരു 40 വയസ്സിലൊക്കെ റിട്ടയർമെൻ്റ് എടുത്തു. ഇതിൽ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പോകുന്നു, എങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ അവിടെ ഒരു മാറ്റം ആവശ്യമാണ്. പുരുഷന്മാർ തീർച്ചയായും നമ്മൾ പറയില്ലേ, നമ്മളെപ്പോഴും നമുക്കറിയില്ല എന്തുമാത്രം ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ പുരുഷനിലൂടെ പ്രൊഡക്ടിവിറ്റി, അവിടെയൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇത്തരം വലിയ ആൾക്കാരൊക്കെ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അഡ്രസ്സ് ചെയ്യണോ, അല്ലെങ്കിൽ ഇത് നമുക്കിത് മുന്നോട്ട് പോകില്ലാന്നേ. നമ്മൾക്കിത് ലൈഫ് ഒരു പ്ലഷർ അല്ലെങ്കിൽ നമുക്ക് പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ പറയുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഉണ്ട്. ഇത് മറ്റ് മെഡിക്കേഷൻസ് എടുക്കുന്നതിൻ്റെ കൂടെ എടുക്കുന്നത് പ്രശ്നമുണ്ടാക്കുമോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസെപ്ഷൻ രീതി എങ്ങനെയാണ്? അത് തീർച്ചയായും, അതായത് ഇതിൽ ഈ ഷുഗർ പേഷ്യൻസ്, അതായത് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് സ്വാഭാവികമായിട്ട് അവർക്ക് ഈ ബ്ലഡ് ഫ്ലോ മൊത്തം കുറവായിരിക്കും. അവരുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഭയങ്കര ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്. റൊട്ടീൻ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് ഉള്ള അത്തരം കാറ്റഗറിയിലുള്ള ടാർഗറ്റ് ആ ഗ്രൂപ്പിന് നമ്മുടെ കയ്യിൽ ഷുഗർ ഫ്രീ ആണ് ബേസിക് സാധനം. കാരണം അത് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ നിന്നല്ല ഷുഗർ ഫ്രീ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഈ കാറ്റഗറിയിൽ ഇല്ല. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫസ്റ്റ് ഇതിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജിൽ, നമ്മുടെ ഫോർമുലേഷൻ സ്റ്റേജിലൊക്കെ നമ്മൾ ആ പേഷ്യൻ്റിനാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ത്രെട്ട്. കാരണം ഈ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിലൊക്കെ ഷുഗർ ആഡഡാണ്. ഷുഗർ ആഡഡ് പ്രൊഡക്റ്റുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത്തരം പേഷ്യൻസിന് ഇത് എടുക്കാൻ പറ്റില്ല. അവർ അവിടെ നിന്ന് തന്നെ ഇത് വായിച്ച് അവരത് ഒഴിവാക്കും. പിന്നെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ തന്നെ ആഡഡ് ഷുഗർ ഉണ്ട്. ഈ ആഡഡ് ഷുഗറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഷുഗർ പേഷ്യൻസ് അല്ല, ഒരു വിഭാഗം ആൾക്കാരൊക്കെയാണ്. അവർക്ക് കുറച്ചും കൂടി എനർജി ലെവൽ വ്യത്യാസപ്പെടുത്തും. ഷുഗർ എന്ന് പറയുന്നത് എനർജിയാണല്ലോ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ എനർജി ഇപ്പോൾ ജിമ്മിന് പോകുന്നവർ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക്, ഡെയിലി ശരീരം ടയേർഡാവുന്നവർക്ക് ഷുഗർ കണ്ടൻറ്റ് ഇപ്പോൾ നമ്മൾ റോക്ക് ഷുഗറാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള 2 പ്രോഡക്റ്റാണ് ബേസിക് ഫണ്ടമെൻ്റലായിട്ടുള്ള ഷുഗർ പേഷ്യൻസാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്നത്. പിന്നെയുള്ള ചെറുപ്പക്കാർ അവർ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക, എൻഹാൻസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 2 പ്രോഡക്റ്റാണ് ഇതിലുള്ളത്. മെൻ പൊതുവേ ഇങ്ങനെ നമ്മുടെ ഒരു ഫിസിക്കൽ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു വിമുഖത കാണിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി എങ്ങനെയാണ്? ഇത് മെഡിസിൻ ആണ് എന്ന് പറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ മെഡിസിൻ ആണോ ഇത്? മെഡിസിൻ അല്ല. കാരണം ഇതൊരു മാൻ വെൽനെസ് ആയിട്ടുള്ള ഒരു ഹെർബൽ പ്രോഡക്റ്റാണ്. നമ്മൾ ഈ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇപ്പോൾ ചോദിച്ച പോലെ കറക്റ്റായിട്ടുള്ള ചോദ്യം ചോദിച്ചത്. അതായത് മെഡിസിൻ എടുക്കുക എന്ന് പറയുമ്പോഴാണ് ഈ വിഭാഗത്തിൽ നിന്ന് കുറേ പേര് എക്സിറ്റ് അടിക്കുന്നത്. നമ്മൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ടീ ഷോപ്പിലൊക്കെ വളരെ കുറച്ച് ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും വിത്തൗട്ട് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്, അല്ലെങ്കിൽ ലെസ് ഷുഗർ എന്നൊക്കെ പറയുന്ന ഒരു സാധനം കേരളത്തിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വലിയൊരു മാറ്റമാണ് കേട്ടോ. ഷുഗർ കട്ട് എന്ന് പറയുന്ന ഡയറ്റിന്റെ ഭാഗമായി കുറേ ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രത്യേകിച്ച് മലയാളിക്ക് ഇതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഞാൻ പറയുന്നു ആയി വരുന്നുള്ളൂ. ഈ സത്യത്തിൽ ഇതൊരു മെഡിസിൻ രീതിയിൽ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഒരിക്കലും പിന്നെ അതായത് പിന്നെ മെഡിസിൻ എടുക്കണ പോലെ. അപ്പോൾ ഒരിക്കലും ഫ്യൂലെക്സ് മെഡിസിൻ രീതിയിലല്ല നമ്മളിതിൻ്റെ പ്ലേസ്മെൻറ്റ്. കാരണം അത് അവൻ്റെ ഈ ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന സംഭവമാണ്. ഈ ഷുഗർ പേഷ്യൻസിന് ഒരുപാട് അറിയാലോ, ഈ ഷുഗറുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രത്യേകിച്ച് ഒരു ഏജ് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ മിഠായികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒട്ടിപ്പിടിക്കുന്നത്. അത് ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇതേപോലെ ഈ പറയുന്ന നമ്മുടെ ഈ കുടലുകളിലും ഒക്കെ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട്. അവിടേക്കാണ് ഈ ബ്ലഡിൻ്റെ ഒരു ബാധിക്കുന്നത്. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ലൈഫിലത്തെ ഈ ഒരു ഹാപ്പിനെസ് പോകുന്ന അവസ്ഥകളിൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മൾ പറയില്ലേ അനാവശ്യമായിട്ടുള്ള ആകുലതകളാണ്. അതായത് അടുത്ത മാസം ഇന്നത് നടക്കുമോ എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുക. അവിടെയൊക്കെയാണ് ഇതിൻ്റെ ചില പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യുക. കാരണം ഒരു കാര്യമില്ല, അന്നത്തെ വന്നത് കഴിഞ്ഞു, വെരി ഹാപ്പി എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ടെൻഷനുകളും മറ്റേ മൈൻഡ് ഫുള്ള് ഡിസ്ട്രാക്റ്റഡ് അല്ലേ നമ്മൾ. പിന്നെ കുറേ ഈ നമ്മൾ പറയില്ലേ എന്തെങ്കിലുമൊക്കെ ആവാനും പിടിക്കാനും. അപ്പോൾ അവിടെയൊക്കെ പ്രത്യേകിച്ച് ഈ നമ്മുടെ പ്രോഡക്റ്റിന് ഭയങ്കര ഒരു സ്പേസ്
നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ അവരത് എടുക്കുമ്പോൾ ഉറപ്പായും അവർക്ക് അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് വരും. കാരണം ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതല്ല എന്തെങ്കിലും. കാരണം ഒന്നുമില്ല, ഇത്തരം കാര്യങ്ങൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഏരിയയിൽ ഒരു എക്സ്പീരിയൻസ് അല്ല നമ്മളെ സംബന്ധിച്ച്. അതാണ് ഇതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് നേരം ഇരുന്നൊക്കെ വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും തീർച്ചയായും ഐ ടി അല്ലെങ്കിൽ നമ്മളൊരു വൈറ്റ് കോളർ ആയിട്ടുള്ള ഓഫീസ് ജോലി എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, അവിടെ ഒരു 9:30 to ഒരു 5:30 അല്ലെങ്കിൽ 6:30 7:30 വരെ ഇങ്ങനെ സ്റ്റില്ല് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ അവരുടെ ടാർഗറ്റുകളായിട്ടായാലും. അങ്ങനെ ഒരുപാട് കമ്മിറ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ പറയും ഇപ്പോൾ എക്സസൈസ് ചെയ്യാന്നൊക്കെ നമ്മളിത് പറഞ്ഞാലും അതൊന്നും കണ്ടിന്യൂസ് ആയിട്ട് പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകൾ അവർക്ക് വർക്ക് ചെയ്യും. കാരണം ഇപ്പോൾ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരം പ്രോഡക്റ്റുകൾ ഒന്ന് പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ എടുക്കുമ്പോൾ അതിനൊക്കെ അതൊന്ന് ടോപ്പപ്പ് ചെയ്യും. അതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫുഡ് ഹാബിറ്റ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ സപ്ലിമെന്റ്സ് എല്ലാം നമുക്ക് ഇൻടേക്ക് ആണല്ലോ. അതായത് ഈ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പുറത്തു പോയാലും വീട്ടിലായാലും ഇപ്പോൾ മലയാളികൾ ഇപ്പോൾ നമ്മുടെ ഈ സൊമാറ്റോയും സ്വിഗ്ഗിയൊക്കെ വന്നോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്ന വീടുകൾ കിച്ചണൊക്കെ ഒരു പരിധി വരെ പൂജാമുറികളായി ഇപ്പോൾ എല്ലാ വീടുകളിലും. കാരണം എനിക്ക് തോന്നുന്നു 3 നേരം ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാൻ പറ്റും. കാരണം അവർ ജോലി മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കിച്ചണിലേക്ക് അവർക്ക് നോക്കാൻ പറ്റില്ല. ഇത്തരം നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ പ്രത്യേകിച്ച് വീടുകളിൽ ഉണ്ടാകുന്ന പറമ്പുകളിൽ ഉണ്ടാകുന്ന നല്ല നല്ല എല്ലാ വെജിറ്റബിളായാലും എല്ലാം നല്ലത് കിട്ടിയിരുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ അറിഞ്ഞൂടെ, വളരെ വളരെ വിഷമമാണ് അത്ര നല്ല ഇത് കിട്ടുന്നത്. സത്യത്തിൽ നല്ല ഫുഡിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ ദൗർലഭ്യം അല്ലെങ്കിൽ അത് നല്ല പ്രോഡക്റ്റുകൾ ഇപ്പം നമ്മളല്ലേ മണ്ണിലും എല്ലാത്തിലും ഈ വിഷം കലർന്ന പോലെ ആയില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നവും നമ്മുടെ ആരോഗ്യ മേഖലകളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഈ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ കാണാം, എണ്ണ കുറയ്ക്കുക, ഉപ്പ് കുറയ്ക്കുക, ഷുഗർ കുറയ്ക്കുക. കാരണം ഈ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും നാഷണൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരുകളൊക്കെ ഇത്തരം 3 കാര്യങ്ങളെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലുകളിൽ വരുന്നുണ്ടാവും. കാരണം അവർ മാർക്ക് ചെയ്യുന്നുണ്ടാവും. കാരണം ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക് എൻഡ് നോക്കുമ്പോൾ, സോഴ്സ് നോക്കുമ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങളാണ്. അതായത് ക്വാളിറ്റി ആയിട്ടല്ലാത്ത ഉപ്പുകളോ അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലാത്ത ഷുഗറോ ക്വാളിറ്റി ഇല്ലാത്ത ഓയിലൊരു പരിധി വരെ ഭയങ്കര ത്രെട്ടനിങ് ആണ്. കാരണം നമുക്ക് ഇത് ഈ ഫുഡിൽ പറയില്ല, നമ്മൾ വെജിറ്റേറിയൻ നമ്മൾ കടകളിൽ ഓർഡർ ചെയ്താലും വെജിറ്റേറിയനിൽ ആ കോളിഫ്ലവറിലോ അല്ലെങ്കിൽ മറ്റേ വെജിറ്റേറിയനിൽ അതിൽ ചെയ്യുന്ന സാധനത്തിൽ ഓയിൽ ഏതാണെന്ന് പോലും നമുക്കറിയില്ല. അതൊരു അൺനോൺ ഫാക്റ്റായിട്ട് നിൽക്കുക. അപ്പോൾ അത്തരം സാധനങ്ങളിലുള്ള ദൗർലഭ്യം അല്ലെങ്കിൽ അവിടെ വരുന്ന നമുക്ക് കിട്ടാത്തതിൻ്റെ അവസ്ഥയിലാണ് നമ്മൾ ഇത്തരം പ്രോഡക്റ്റുകളുടെ നമ്മളുടെ സവിശേഷമായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടാവുന്നത്. നമുക്ക് ആ പ്രോഡക്റ്റ് പിന്നെ കിട്ടാൻ വേറെ സോഴ്സ് ഇല്ല, നല്ല ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ല. പിന്നെ നമ്മൾ അപ്പം പിന്നെ എന്ത് ചെയ്യുക? അപ്പോൾ ഇത്തരം ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂലെക്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റുകളൊക്കെ അതിനെയൊക്കെ അത് ബാലൻസ് ചെയ്യും. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ വുമൻ ഓറിയന്റഡ് പ്രൊഡക്ട്സ് ഒരുപാടുണ്ട്, വുമൻ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ്. പക്ഷേ മെൻ ഏരിയ നോക്കുകയാണെങ്കിൽ മെൻ വെൽനെസ് എന്ന് പറയുന്ന ഏരിയ ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുന്നതായിട്ടോ അങ്ങനെ ഒരു ആഡ് വരുന്നതായിട്ടോ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് ഇതൊരു സൊല്യൂഷൻ ആവുന്നത്? എനിക്ക് തോന്നുന്നത് വളരെ പ്രസക്തിയുള്ളൊരു ചോദ്യമാണിത്. ഞാനും ഈ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിൽ എൻ്റെയും ഉദ്ദേശം ഇത് തന്നെയായിരുന്നു, ഒരു മാൻ വെൽനെസ്സിന് ഒരു പ്രോഡക്റ്റ് വേണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിന് തന്നെ ഞാനിത് കൊടുക്കുമ്പോൾ അതൊരു ജസ്റ്റ് കഴിച്ചു നോക്കാൻ പറഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലൊരു ഇതിനോടുള്ളൊരു അപ്രോച്ച് തന്നെ വേറെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിനൊരു എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ ആരും ഇത് പറയുന്നില്ല, അല്ലെങ്കിൽ അവരത് കൺവിൻസ് ചെയ്യുന്നില്ല. നമ്മളിത് കൺവിൻസിങ് ആണല്ലോ. ഇപ്പോൾ വുമൺ ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ ഹെയർ ഓയിലായാലും സ്കിന്നിന് അവിടെയൊക്കെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇത്തരം പ്രശ്നക്കാരെ. ഇവിടെ ഈ കേസിൽ മാൻ വെൽനെസ്സിൻ്റെ കേസിൽ ഒരാളും ഇതിനെപ്പറ്റി പറയുന്നുമില്ല, പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അവെയറല്ല. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് യൂറോപ്യൻസൊക്കെ കുറച്ചും കൂടി ഇതിൽ അപ്ഗ്രേഡാണ്. ഞാനിപ്പോൾ പുറമേ വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണാറുണ്ട് പ്രോഡക്റ്റുകൾ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ US അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരം പ്രോഡക്റ്റുകളുണ്ട്. അവരത് ക്ലിയറാണ്, അവർക്ക് എന്താണോ പ്രശ്നം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അത്തരം ആ കണ്ടൻറ്റ് ആ സാധനം അത് എടുക്കുക, ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതവർ എക്സ്പ്ലോർ ചെയ്യല്ല, ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുക ഈ വെൽനെസ്സിൻ്റെ കാര്യത്തിലൊക്കെ. നമ്മുടെ അവിടെ ഇന്ത്യയിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധി വരെ ഇപ്പോൾ എഗ്ഗ് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ കുറേ നട്ട്സ് കഴിക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഒരു ഭാഗമല്ല. പിന്നെ ഏറ്റവും വലിയ ഓപ്പോസിറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഫുഡ് ഹാബിറ്റാണ്.
എന്ത് നമ്മൾ ഫിറ്റായിരിക്കുന്ന ഒരാളും ദിനം പ്രതി നമ്മൾ ഈ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ആരോഗ്യം ഭയങ്കര ഡൗൺ ആവുക. നമ്മൾ ഒന്നും ഇപ്പം നമ്മൾ പറയില്ലേ, ചില ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് രാത്രിയിൽ അറ്റാക്കായിട്ട് മരിച്ചു. അതിനൊരു കാരണം ഉണ്ടാവുന്നേ, അതിനൊരു റീസൺ ഉണ്ടായിരിക്കും അതിൻ്റെ പിന്നിൽ. അഡ്രസ്സ് ചെയ്യുന്നില്ല, മരിച്ചു, അറ്റാക്കായിട്ട് മരിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ഒരു നമ്മൾ പറയില്ലേ ഈ മരണത്തിലെ അറ്റാക്കാണ്, കാർഡിയാക് അറസ്റ്റ്, ഇതൊക്കെ പറഞ്ഞാൽ അതിനൊരു കാരണമില്ലേ. അത് പുള്ളിക്കും തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ ഇപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യം, വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. നമ്മളത് എന്തായിരിക്കും. അപ്പോൾ എനിക്കും എൻ്റെ മനസ്സിൽ വരുന്നത് അവന് ഷുഗർ ഉണ്ടായിരിക്കുമോ, കൊളസ്ട്രോൾ ഉണ്ടായിരിക്കുന്നേ. അല്ലാതെ വെറുതെ ഇങ്ങനെ മരിക്കില്ലല്ലോ ഒരാൾ. ഇപ്പം നമ്മളൊരു ആക്സിഡൻറ്റ് പോലെ അല്ലല്ലോ ഇത്. ഒരു ഉറങ്ങി കിടക്കുന്ന ഒരാൾ മരിച്ചു എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ പുരുഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതിൽ. അതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഏറ്റവും വലിയൊരു ഉറവിടം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് പുരുഷൻ ചെയ്യണം. നമ്മൾ പറയില്ലേ, ഒരു 25 വയസ്സുകാരൻ നമ്മളെല്ലാ തരത്തിലും ആവണം. കാരണം ഇപ്പോഴും ഇത് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് പ്രായമുള്ള നമ്മുടെ അപ്പൂപ്പന്മാരോ അല്ലെങ്കിൽ ചില ആളുകാരൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഭയങ്കര എനർജി. എന്താണ് അവരതിനെ ഫോളോ ചെയ്യുന്നു. അവരുടെ ഡെയിലി റൊട്ടീൻ, അതായത് ഉറക്കമായിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, അവർ വ്യക്തമായ ഒരു ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ പുതിയ തലമുറയിൽ ആണ് ഈ സാധനങ്ങളൊക്കെ ഫുള്ള് നമ്മൾ പറയില്ല, എൻജോയ് എന്ന് പറയുന്നൊരു വാക്കിൽ ഈ സാധനം മൊത്തം സിസ്റ്റം തകരാറാണ്. അതായത് ഈ എൻജോയ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിനെ, ആരോഗ്യത്തെയാണ് കോംപ്രമൈസ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള രീതിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുക അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ നമ്മുടെ ശരീരത്തിനെ ഒരു തരത്തിലും ഇതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് മൊത്തം. അതായത് നമ്മൾ അവസാനം ഹോസ്പിറ്റലിൽ അഡ്മിഷന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പിന്നെ വലിയൊരു ക്രാഷായിട്ടുള്ള വലിയൊരു ഇൻസിഡൻ്റ് ആയിരിക്കും പിന്നെ അവനുണ്ടാവണം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറച്ചും കൂടി തയ്യാറെടുപ്പുകൾ നമ്മൾക്ക് ഉണ്ടായാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറാവുന്നേ. തീർച്ചയായും ചോദിച്ച ചോദ്യം, ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു മാൻ ആയിട്ടുള്ളൊരു വെൽനസ് പ്രോഡക്റ്റ് ഇല്ല. കാരണം നമ്മൾ പുരുഷന്മാർ സ്വാഭാവികമായിട്ട് മുടി വയ്ക്കും, അല്ലെങ്കിൽ കാഴ്ച കുറവായ, അല്ലെങ്കിൽ കേൾവി എല്ലാം ചെയ്യുന്നുണ്ടെന്നേ. ഞാനാ നോക്കുമ്പോൾ എല്ലാം പുരുഷന്മാർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കേസ് ഓക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആം ഓക്കെ. പിന്നെ എനിക്ക് ഉറപ്പാണ് ഭൂരിഭാഗം കേട്ടോ, വലിയൊരു പെർസെൻറ്റേജ് ഇത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായി പരാജയപ്പെട്ട് വിഷമത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ ശരീരം കാണിക്കുന്ന ചില അവസ്ഥകളല്ലേ, പ്രായവും അല്ലെങ്കിൽ ഇതിനൊക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്ത് ഇതിനൊക്കെ ബാലൻസ് കറക്റ്റായി കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ കൂടുതൽ സഹായിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ഈ വുമൻ ആണെങ്കിൽ ആഫ്റ്റർ പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു മെനോപോസ് അതിൻ്റെയൊക്കെ സമയത്ത് ഒരു ഹോർമോണൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനുമെല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രൊഡക്ട്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസിനൊക്കെ ഉള്ളതൊക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ മെന്നിൻ്റെ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക്? അതായത് ഇതിൽ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഈ ലേഡീസ് അറിയാലോ, നമ്മളിപ്പോൾ അറിയുന്ന ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പലതരത്തിലും ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. ഇവിടെ ഈ ഡിസ്ട്രാക്ഷൻ പുരുഷന്മാരിലുണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് ഒരു വയലൻസ് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഒരു വയലൻസ് അവസ്ഥ. എന്താണ്, ഒന്നും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു അവസ്ഥയാണ് നമ്മളിത് കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ ലഹരി മരുന്ന് കളിക്കും. കുറേ മദ്യം വലിച്ചു വാരി കഴിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ചെറുപ്പക്കാരിലുണ്ടാകുന്ന ഈ പറയുന്ന ലഹരി മറ്റേ സാധനങ്ങളിലേക്കൊക്കെ കടക്കുന്നത് ഈ ഒരു പ്രശ്നമാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കാരണം സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുമ്പോൾ ഇതിൻ്റെ എന്താ പറയുക ചുവട് പിടിച്ച് അല്ലെങ്കിൽ ഇതിനൊരു മറയാക്കി നമ്മൾ ഇത്തരത്തിലുള്ള മദ്യവും അതിലേക്കാണ് ഇത് കൺവേർട്ട് ആവണേ. നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് പ്രശ്നങ്ങളാണ്. കാരണം നമ്മളൊരു 40 വയസ്സ് കഴിയുന്ന പുരുഷന്മാരിലുണ്ടാവുന്ന ഇത്തരം ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ അവനത് മൊത്തം ഡൗൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ചെല്ലുന്നത് ബാറിലും, അല്ലെങ്കിൽ അതൊരു ഗ്രൂപ്പായിട്ട് അവിടെ ചെന്നിരിക്കും. ഈ പ്രശ്നക്കാർ മുഴുവൻ അവിടെ എല്ലാവരും അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത്. ഒരു വിഭാഗം ആൾക്കാരൊക്കെ രക്ഷ നേടുന്നത് നമ്മൾ പറയില്ലേ, വൈകുന്നേരം 2 അടിക്കുക, അപ്പം എന്തുണ്ടാവണേ, അപ്പം സൂപ്പറല്ലേ, ആണോ അല്ലേ എന്ന് പറയുന്നൊരു സംവിധാനം ഇവിടെ കേരളത്തിലുണ്ട്. അല്ലെങ്കിൽ വീക്കെൻഡ് 2 അടിക്കുക, അടിച്ചിട്ട് അടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലേ എന്ന് പറയുന്ന 2 അടിച്ച് സുഖമായി കൂർക്കം വലിച്ച് കിടന്നുറങ്ങുക. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്കൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. കാരണം ഞാനിത് ഈ 2 അടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു തരം ഒളിച്ചോട്ടം തന്നെയാണ്. നമ്മൾ പറയും 2 അടിച്ചാൽ
ഒരിക്കലും ആവുന്നില്ല, വെരി ഹാംഫുള്ളാണ്. നമ്മൾ ഈ ഡീഹൈഡ്രേഷൻ തന്നെയാണല്ലോ ഉണ്ടാവുന്നത്. നമ്മൾ ജലാംശം പോകുന്നു, ഒരു തരം മത്ത് പിടിക്കുന്നു. ഈ മത്ത് പിടിച്ച അവസ്ഥയിൽ ഇവൻ പൂർണ്ണമായ രീതിയിലാണെന്ന്, പൂർണ്ണമായ ആരോഗ്യവാനും അല്ലെങ്കിൽ പൂർണ്ണമായ ഐ എം ഫിറ്റ് എന്ന് തോന്നാണ്. വെറും തോന്നലുകളാണെന്നാണ് എനിക്ക് തോന്നണത്. വീണ്ടും പിറ്റേ ദിവസം അത് കഴിക്കും. ഇവിടെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ആരോഗ്യ ഇത് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം അറിയാമല്ലോ, ഈ ആൽക്കഹോൾ ചെല്ലുമ്പോൾ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മരുന്ന് കച്ചവടം നടക്കുന്നത്. മെഡിസിൻ ഓടിച്ചെല്ല, നമ്മൾ പറയില്ല, ഓടിച്ചെന്ന് ഓരോ പ്രശ്നങ്ങൾ പെട്ടെന്ന് നമ്മൾ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളായിട്ട് ചെല്ലുന്നു. അതിന് ഒരുപാട് മരുന്നുകൾ എഴുതുന്നു. മരുന്ന് കഴിക്കാനൊന്നും നമുക്ക് ചില വേറെ മരുന്നുകൾ കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ അതിനെ ഇത്തരം പ്രോഡക്റ്റുകളിലേക്ക് അടുക്കാനോ അത് വാങ്ങാനോ അത് പരിചയപ്പെടാനോ നിൽക്കുന്നില്ല. അവിടെയാണ് എനിക്ക് ഇത്തരം ഓപ്പണായിട്ടുള്ളൊരു ചർച്ച നമ്മുടെ പ്രോഡക്റ്റിനെ ഫ്യൂലെക്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഫ്യൂലെക്സ് online.in പോയി കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉണ്ട്. നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നു കേരളത്തിനേക്കാളും കൂടുതൽ റെസ്പോൺസ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത് ബോംബെ അല്ലെങ്കിൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഈവൻ തമിഴ്നാട് വരെ നല്ല റെസ്പോൺസ് ആയിട്ട് പോകുന്നു. കേരളത്തിൽ ഞാൻ ചോദിക്കാൻ വരുന്നത്, എവിടാണ് നമ്മുടെ പ്രൊഡക്റ്റ് എവിടെ നമുക്ക് കിട്ടുന്നത്, എവിടെ നിന്ന് ലഭിക്കും? ഇപ്പോൾ ഫ്യൂലെക്സ് അവൈലബിൾ ആയിട്ടുള്ളത് ലീഡിങ് ആയിട്ടുള്ള മെഡിക്കൽ ഷോപ്പുകളിലും നട്ട്സ് ഷോറൂമുകളിൽ. കാരണം അവിടെ ഈ അജ്ഫാൻ ഓൾ ഓവർ ഇന്ത്യ ഉള്ള വലിയൊരു ഗ്രൂപ്പാണ് അജ്ഫാൻ. അതുപോലെയുള്ള പിന്നെ ബോംബെയിലുള്ള നാച്ചുറൽ ബാസ്ക്കറ്റ്, ബാംഗ്ലൂരിലുള്ള ഡ്രൈ ഫ്രൂട്ട് ഹൗസ്, ചെന്നൈയിലുള്ള നട്ട്സ് ആൻഡ് സ്പൈസ് എന്ന് പറയുന്ന വലിയ ഒരു ആഡ് ഓൺ ചെയ്തിരിക്കുന്ന വലിയ ഗ്രൂപ്പുകളുണ്ട് അവിടെ. അവിടെയൊക്കെ നല്ല രീതിയിൽ അവൈലബിൾ ആണ്. ആമസോണിൽ അവൈലബിൾ ആണ്, ഫ്യൂലെക്സ് online.in അവൈലബിൾ ആണ്, എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഇത് ഇനിയും ഒരുപാട് ആൾക്കാർ ഇത് അറിഞ്ഞ് പ്രൊഡക്റ്റ് വാങ്ങി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അറിയാലോ, ഇതിപ്പോൾ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഉറപ്പായും അതുമായി ബന്ധപ്പെട്ട ലൈഫ് സ്റ്റൈലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം നമ്മളിത് വാങ്ങി കഴിച്ചു, നമ്മൾ പറയില്ലേ ഇത് പിന്നീട് ഉറക്കമില്ല അല്ലെങ്കിൽ വീണ്ടും ഈ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കോംപ്രമൈസ് ചെയ്താൽ ഉറപ്പായിട്ടും അതിന് റിസൾട്ട് കിട്ടില്ല. അതാണ് നമ്മളിതൊരു എന്തെങ്കിലും ഒരു അച്ചടക്കം നമുക്ക് ആവശ്യമാണ് ലൈഫിൽ. ആ അച്ചടക്കം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ ഏത് മരുന്നും ചിലപ്പോൾ ആവശ്യം വരില്ല ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ. അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യപ്പെടുമ്പോഴാണ് ഇത്തരം പ്രോഡക്റ്റുകളുടെ, ഇപ്പോൾ ആദ്യം ചോദിച്ച പോലെ ഭക്ഷണത്തിൽ നിന്ന് ഇതൊക്കെ അവൈലബിളാണ്. എല്ലാ സാധനവും നല്ല ഭക്ഷണത്തിലുണ്ട്. നല്ല ഭക്ഷണം എവിടെ കിട്ടാമെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ടെൻഷൻ ആവണേ. ഇപ്പം നമ്മൾ പറയില്ലേ മുമ്പ് ഒരുപാട് വലിയ റെസ്റ്റോറൻറ്റുകളിലേക്ക് പോയി, ഇപ്പം നേരെ തെറിച്ച് വില്ലേജ് ഏരിയയിലുള്ള ചെറിയ തട്ടുകടകളിലേക്ക് പോകണം. കാരണം അവിടെ പറയുന്നത് നമ്മൾ കാണുന്നത്, ഇപ്പോൾ ഞാനായാലും എൻ്റെ മക്കളായാലും പപ്പ അവിടെ പോയി കഴിഞ്ഞാൽ അത്രയും വിശ്വാസം അതിനാണ് കൂടുതൽ. ചെറിയ നമ്മൾ പറയില്ലേ കുട്ടി ലോക്കലിലൊക്കെ പോകുമ്പോൾ ചെറിയ കടകളിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ അത് ഇടുമ്പോൾ ഒരിക്കലും അവർ അനുഭവിക്കാത്ത തിരക്കാണ് അവിടെ വരുന്നത്. പക്ഷെ അത് ശരിയാണ്. അവർ ആ ഫുഡിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം അവരത് കോംപ്രമൈസ് ചെയ്യുന്നില്ല. കാരണം നല്ല രീതിയിൽ ഉണ്ടാക്കുന്നു, ചെറിയൊരു പൈസ. വലിയ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് ടെൻഷനാണ്. കാരണം പൈസ മാത്രമല്ല, അതിനേക്കാളും നല്ലത് ചെറുതാണ്. അപ്പോൾ ഈ നല്ല ഭക്ഷണത്തിനോടുള്ള അടുപ്പം പ്രത്യേകിച്ച് മലയാളി അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറവുകളിലുള്ള നല്ല ഈ പറയുന്ന സപ്ലിമെൻറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. സപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഈ പറയുന്ന ബലക്കുറവും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെപ്പോഴും അതിനെ നമ്മൾ ടോപ്പപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം. ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം തീർച്ചയായും. ബൂസ്റ്റ് അല്ലെങ്കിൽ അത് ക്വാളിറ്റി ലോസ് വരല്ലേ, ആ ഏരിയ നമ്മളതിങ്ങനെ ഡൗൺ ആയിട്ട് കിടന്നും മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് കാരണമാവും. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്? ഇത് 100 ഗ്രാമിൻ്റെ പൗഡറാണ്. ഇത് വാം വാട്ടറിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റിനാണെങ്കിൽ വാം വാട്ടറിൽ എടുക്കാം, അല്ലെങ്കിൽ ഷുഗർ ഇല്ലാത്തവർക്കാണെങ്കിൽ പാലിൽ എടുക്കാം. ബിഫോർ ബെഡ് നമുക്ക് 5 ഗ്രാമിൻ്റെ കോഴ്സായിട്ട് എടുക്കാം. അതൊരു 20 വട്ടം നമുക്കൊക്കെ ഈ എടുക്കാൻ ഉള്ള രീതിയിലാണ് ഈ 100 ഗ്രാമിൻ്റെ പാക്ക് നമ്മുടെ ഉള്ളത്.